സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയ്ക്കുള്ളിലും സമരം ആരംഭിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ കേൾക്കാം. ഒപ്പം പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ എം വി രാജേഷിനെയും നമുക്കൊന്ന് കേട്ട് സഭയിലേക്ക് പോകാം. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സാർ, ഈ പ്രതിപക്ഷം എല്ലാ ദിവസവും ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സർ, വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ MLA-മാർ ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. സ്പീക്കറിന്റെ ഡയസിന് മുന്നിലെ ദൃശ്യങ്ങൾ കാണാം. അവിടെ പ്രതിപക്ഷ MLA-മാരുണ്ട്. ഭരണപക്ഷ MLA-മാരും ഇപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ. അങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും സഭ പ്രക്ഷുബ്ധമാകുന്നു. അടിയന്തര പ്രമേയത്തിന് വിഷയം കൊടുക്കാതെ, നോട്ടീസ് കൊടുക്കാതെയാണ് ചോദ്യോത്തര വേളയിൽ തന്നെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം എത്തിയത്. നമുക്കിപ്പം റോഷിപാലുണ്ട്. റോഷിപാൽ, ഇപ്പോൾ സഭയിൽ എന്താണ് നടക്കുന്നത്? ചോദ്യോത്തര വേള പുരോഗമിക്കുകയാണ്. സഭ ഒരുപക്ഷെ ഈ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? വാച്ചന്മാരടക്കമുള്ളവർ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടലിലാണ്. അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പ്രതിഷേധം അത് നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം 2 MLA-മാർ IC ബാലകൃഷ്ണനും AK അഷ്റഫും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം തുടരുന്നുണ്ട്. അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് അവർ നടത്തുന്നത്. അത് നേരത്തെ 2 MLA-മാർ നടത്തിയതാണ്. അവർ അവസാനിപ്പിച്ചതിനു ശേഷമാണ് ഇവർ രണ്ടുപേരും IC ബാലകൃഷ്ണനും AK അഷ്റഫും സമരം തുടങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ന് രാവിലെ ചേർന്ന UDF യോഗം ഇങ്ങനെ സഭയ്ക്കകത്ത് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നടുത്തളത്തിൽ പ്ലക്കാർഡ് ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. നാടകീയ രംഗങ്ങളാണ് സഭയ്ക്കകത്ത്. കാരണം പ്രതിപക്ഷം സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ ഫ്ലക്സ് ബാനർ ഉയർത്തിയതോടെ അത് എടുത്തു മാറ്റാനുള്ള നിർദ്ദേശവും ഇല്ലെങ്കിൽ അത് പിടിച്ചു മാറ്റുമെന്ന് സ്പീക്കർ പറയുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഭരണപക്ഷ അംഗങ്ങൾ ഇരിപ്പിടം നിന്നും എഴുന്നേറ്റ് അവർ ട്രഷറി ബെഞ്ചിന്റെ പരിസരത്ത് കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മറുഭാഗത്ത് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ദൃശ്യങ്ങളിൽ കാണാം, സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇപ്പോൾ ബാനർ പിടിക്കുന്നു, ഒപ്പം പ്ലക്കാർഡുകൾ പിടിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിലാണ് പ്രതിപക്ഷം സഭാ തലം ഇപ്പോൾ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് സഭയിൽ നടക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമോ? സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകുമോ? അതല്ല സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുമോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം.